അല്ല എന്താ അവിടെ? ഞാനേ കുഞ്ഞപ്പേട്ടനെ കാത്തൊക്കെയാണ്. ആണോ? ഏത് കുഞ്ഞപ്പേട്ടൻ? നമ്മളെ കുഞ്ഞപ്പേട്ടല്ലേ, ഇതിൽ കൂടെ എപ്പോഴും പോവുമല്ലോ, മൂപ്പര് അങ്ങോട്ട് അങ്ങാടിയിലൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ. എന്തിനാ ഇപ്പൊ കുഞ്ഞപ്പേട്ടനെ തിരഞ്ഞെടുക്കണ്? കുഞ്ഞപ്പേട്ടനെ കാണേണ്ട ഒരാവശ്യമുണ്ട്. അതെ, ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യ പറഞ്ഞപ്പോഴാണ് ശരിക്ക് ആ കാര്യത്തെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ, സംഗതി ലക്ഷക്കണക്കിന് ഉറുപ്പ്യ കടമുണ്ടെന്ന്. ഞാനത് അത്രയാണ്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഇപ്പം മോളെ കാര്യം വരാൻ പോകുന്നു. അപ്പം അതിനും വരും ലക്ഷക്കണക്കിന്. ഇപ്പം എത്രയാണ് സ്വർണത്തിൻ്റെ ഒക്കെ വില എന്നറിയോ? ഒരു 10 പവനൊക്കെയാണ് ഇപ്പോൾ അവിടെ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എത്ര ലക്ഷങ്ങൾ വേണം? അപ്പം അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു സംഖ്യ ചിലവ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൈസയൊക്കെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? പിന്നെ മാത്രമല്ല, ബാങ്കിലൊരു സംഖ്യ കടമുണ്ട്. എങ്ങനെ ഇത്ര ലക്ഷങ്ങൾ നിങ്ങൾക്ക് കടം വന്നത്? അതെങ്ങനെ വന്നു വെച്ചാൽ, വരാനിപ്പോൾ കടം വരാനിപ്പോൾ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ആ കടം വരാൻ ഞാൻ ഈ പറഞ്ഞ മാതിരി കുറച്ച് വന്ന് കുറേശ്ശെ ഇടയ്ക്ക് ഓരോന്നടിക്കും. അപ്പം അത് വലിയ ചിലവൊന്നുമല്ല. അത് വെള്ളമടിക്കൽ അത്ര വലിയ ചിലവുള്ള ഇതൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ കമ്പനി, കട്ടക്കിട്ടിട്ടൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. അങ്ങനെ അതൊരു വക. പിന്നെ ഉള്ള ചിലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലവ് ചെറുതായിട്ട് ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയായാലും നമുക്ക് പണിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ആ ചീട്ട് കളിക്കുന്ന അവിടെ പോയിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്ന് അവിടെ പറഞ്ഞ മാതിരി നമ്മൾ വെറുതെ അവിടെ പോയിരിക്കാൻ പറ്റും. അതൊന്നും ആലോചിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ 5-6 ആൾക്കാർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നമ്മൾ ആ കൂട്ടത്തിൽ ഇരിക്കണ്ടേ, നമുക്ക് മാറിയിരിക്കാൻ പറ്റുമോ? ഇരിക്കുമ്പോൾ എന്തായാലും കളിക്കുമ്പോഴോ ഇതുവരെ ഇവിടുന്ന് കയ്യിൽ നിന്ന് പൈസ പോവാന്നല്ലാതെ 5 പൈസ എനിക്ക്. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പം കടം വന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും, പക്ഷെ അതൊന്നല്ല വിഷയം. പക്ഷെ കടം വീട്ടണ്ടേ? അപ്പം വീട്ടണ കാര്യം ഇപ്പം ഇന്നലെ ഭാര്യ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. സംഭവം ശരിയാണ്, വളരെ സീരിയസ് ആണ് കാര്യം. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നപ്പോരല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ കുഞ്ഞപ്പേട്ടനെ കാത്തിക്കുന്നത്. ഈ കുഞ്ഞപ്പേട്ടനെ കൊണ്ട് എങ്ങനെ ഇപ്പോൾ അത് അങ്ങ് നടത്താൻ പറ്റുക? ഇത്ര ലക്ഷങ്ങൾ വരുന്ന ഒരവസ്ഥയെന്ന് ഇതിനെങ്ങനെ കുഞ്ഞപ്പേട്ടനെ കൊണ്ട് മറികടക്കാൻ പറ്റുക? കുഞ്ഞപ്പേട്ടനെ മാത്രമുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ കുഞ്ഞപ്പേട്ടനെ കാണുകയെന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതെ, കുഞ്ഞപ്പേട്ടൻ വരണം. അത് കുഞ്ഞപ്പേട്ടനല്ല കേട്ടോ, കുഞ്ഞപ്പേട്ടനല്ല. അത് വേറെ ആരോ, അത് കുഞ്ഞപ്പേട്ടനല്ല. ഞാൻ ചോദിച്ചത്, കുഞ്ഞപ്പേട്ടനെ കൊണ്ട് എങ്ങനെ ഇത്ര ലക്ഷങ്ങൾ കടമുള്ള ഒരാളെ കുഞ്ഞപ്പേട്ടനെ കൊണ്ട് എങ്ങനെ മാറ്റാൻ? കുഞ്ഞപ്പേട്ടന് മാത്രമേ പറ്റുള്ളൂ. അതാണ് എനിക്ക് പറ്റുള്ളൂ. വേറെ ഏത് വഴിക്കാണ്? നിങ്ങൾക്ക് ഒരു വഴി പറഞ്ഞുതരാൻ പറ്റുമോ? എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇവിടെ? ബാങ്ക് ഉണ്ട്, ബാങ്ക് വഴി നമുക്ക് ലോൺ എടുക്കാം. ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പലിശ കൊടുക്കേണ്ടി വരില്ലേ? അല്ല, വേണോ? അത് വേണം. ആ പലിശ അതിനെവിടുന്ന ഞാൻ പൈസ ഉണ്ടാക്കുക? അതൊരു കാര്യം. ബാങ്ക് ലോൺ എടുക്കാൻ പറ്റൂല. പിന്നെ വേറെ പല ഓപ്ഷൻ ഉണ്ട്. ഈ പലിശരഹിത ഇങ്ങനെ ചില സംഘങ്ങള് തമ്മിൽ കട അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, മേടിക്കുക, അങ്ങോട്ട് കൊടുക്കുക. അല്ല, അപ്പം ഞങ്ങളിരുന്ന് ഇപ്പോൾ 1 ലക്ഷം റുപ്യ മേടിച്ചു കൂട്ടുക, അത് ഞങ്ങൾക്ക് തിരിച്ചു തരണ്ടേ? അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുക? സാവകാശം കിട്ടും. സാവകാശം, പക്ഷെ ഞാൻ എങ്ങനെ അത് ഉണ്ടാക്കും? ഞാൻ തരണ്ടേ എന്നിട്ട്? ഞാൻ ഇപ്പം നിങ്ങളെടുത്തുനിന്ന് 1 ലക്ഷം റുപ്യ മേടിച്ചു, ആ 1 ലക്ഷം റുപ്യ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരണ്ടേ? അത് തരണല്ലോ. അത് ഞാൻ ഉണ്ടാക്കണ്ടേ? എവിടുന്ന് ഉണ്ടാക്കും? അപ്പം അതൊക്കെയാണ് പ്രശ്നം. അത് തിരിച്ച് കൊടുക്കേണ്ടി വരും. നമുക്ക് മേടിക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, അത് കൊടുക്കുക എന്ന് പറഞ്ഞാലാണ് ബുദ്ധിമുട്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുഞ്ഞപ്പേട്ടൻ അങ്ങനെ കാത്തിക്കാൻ കാരണം. ഈ കുഞ്ഞപ്പേട്ടൻ ഇത് എവിടെ നിന്ന് എടുത്തു തരും? കുഞ്ഞപ്പേട്ടന് അതിപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ അല്ല, ഈ കുഞ്ഞപ്പേട്ടൻ നല്ലൊരു അങ്ങനെ കൊണ്ട് അത് ഇങ്ങനെ പറ്റുന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇവിടെ അയാൾക്ക് തിരിച്ചു കൊടുക്കണ്ട. ലോട്ടറി അടിച്ച പൈസ ആരെങ്കിലും തിരിച്ചു കൊടുക്കുമോ? ലോട്ടറിക്കാരനാണ് കുഞ്ഞപ്പേട്ടൻ. അതാണ് ലോട്ടറിക്കാരൻ കുഞ്ഞപ്പേട്ടൻ. ഒരു ലോട്ടറി എടുക്കുക, അതിനുള്ള പൈസ സംഘടിപ്പിച്ചിട്ട് അപ്പം ഞാൻ ഇത് കൊടുക്കണ്ടല്ലോ. നമുക്ക് മനസ്സിലായില്ല. അങ്ങനെയല്ലേ? ലോട്ടറി അടിച്ച പൈസ ആരെങ്കിലും തിരിച്ചു കൊടുക്കുമോ?